ചേട്ടാ, ആര്യനെ ഇപ്പോ CPM അടിച്ചു പുറത്താക്കി ഒരു എന്താ പറയാ പടിയടച്ച് പിണ്ടം വെച്ചു എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കെടുകാര്യസ്ഥതയും അവരുടെ അഹങ്കാരവും ഒക്കെ ഇപ്പൊ CPM തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ പോയ ആര്യന്റെ അവസ്ഥ എന്താവും? ആര്യന്റെ അവസ്ഥ എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആര്യക്ക് അടുത്ത എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആര്യ ഇപ്പം തിരുവനന്തപുരം തന്നെ നാട് വിട്ട് അങ്ങ് കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ അതെ, കൺമാനില്ല, തിരുവനന്തപുരത്ത് കൺമാനില്ല എന്നുള്ള ഇതൊക്കെ വന്നു. അപ്പൊ എന്തായാലും ഈ ആര്യന്റെ ഒരു ഭരണ പരാജയം കൊണ്ടാണ് അവിടെ CPM വലിയ തിരിച്ചടി ഏറ്റത് എന്ന കാര്യം CPM മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ പണ്ട് VD സതീശൻ പറഞ്ഞ പോലെ തോറ്റു എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കി. ഇനി CPM പറഞ്ഞു മനസ്സിലാക്കണം ഏറ്റവും വലിയ പാട് എന്ന് പറഞ്ഞ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഒരു ഇത്തിരി മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും അവിടെ CPM മനസ്സിലാക്കി ആര്യന്റെ ഈ കഴിവുകേട് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത്. അതിന് CPM ആര്യനെ മാത്രം കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ആര്യ മോശമാണെങ്കിൽ ആര്യനെ ആ ഘട്ടത്തിൽ തന്നെ മാറ്റാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആര്യനെ സംരക്ഷിച്ച് നിർത്തിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗോവിന്ദ മാഷ്, അതേപോലെ തന്നെ ഈ പിണറായി വിജയന്റെ ഭാര്യ, മകള്, മരുമകന്, ഏറെയും ഉൾപ്പെടെയുള്ള ആൾക്കാരെ സംരക്ഷിച്ച് നിർത്തിയുണ്ട്, അതും ഉണ്ടായിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം 22-ാം തീയതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവിടെ നമ്മുടെ കാട്ടായിക്കോണം V ശ്രീധരൻ സ്മാരക മന്ദിരത്തിൽ അവിടെ CPM ജില്ലാ കമ്മിറ്റി ചേർന്നു. ജില്ലാ കമ്മിറ്റി ചേർന്നതിനെ തുടർന്ന് അവിടെ കൃത്യമായി തന്നെ ഇതിനെല്ലാം അവലോകനം നടത്തി. അവർ ബ്രാഞ്ച് ഘടകങ്ങളിൽ തന്നെ അവലോകനം നടത്തി. ഈ അവലോകനം നടത്തിയ ഘട്ടത്തിൽ അവിടുത്തെ MLA-മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ശിവൻകുട്ടിയും ഈ സുരേന്ദ്രനും പിന്നെ നമ്മുടെ പ്രശാന്തും ഒക്കെ, VK പ്രശാന്ത്, ഇവരെല്ലാം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എടുത്തിട്ട് അലക്കിയെന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ SP ദീപക് ഉണ്ട്, ഈ പേട്ടയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി വിജയിച്ചതാണ് SP ദീപക്കൊക്കെ ശിവൻകുട്ടീനെ എടുത്തിട്ട് അലക്കി എന്നാണ് കേട്ടത്. ശിവൻകുട്ടിക്ക് കുറേ നേരത്തേക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല, അടുത്ത അവസ്ഥയാക്കി. കാരണം എന്ന് വെച്ചാൽ ശിവൻകുട്ടി ഒക്കെ അവിടെ ഈ പ്രത്യേകിച്ച് ശിവൻകുട്ടി വട്ടിയൂർക്കാവ് ഈ മേഖലയിലൊക്കെ ശിവൻകുട്ടീന് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയെടുത്തു. മാത്രമല്ല ആദ്യം തന്നെ മേയർ കാൻഡിഡേറ്റ് ഇന്ന ആൾക്കാരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടോ, അതേപോലെ കടകംപള്ളിയും ചില്ലറ കളിയും നല്ല കളിച്ചത്. അപ്പം കടകംപള്ളി ആയിക്കോട്ടെ, ഇവരായിക്കോട്ടെ, പ്രശാന്ത് ആയിക്കോട്ടെ, ഈ 3 പേരും നല്ല പണിയെടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഈ കാൻഡിഡേറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ട്. അതുതന്നെ ഈ വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി എന്നുണ്ടായിരുന്നു. അതായത് ഈ കാൻഡിഡേറ്റ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വലിയ തരത്തിൽ പ്രശ്നത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് ഈ ദീപകിന്റെ SP ദീപകിന്റെ ഉൾപ്പെടെ പേട്ടയിൽ നിന്ന് കാൻഡിഡേറ്റായി ജയിച്ചിട്ടുള്ള ദീപകിന്റെ ഉൾപ്പെടെയുള്ളവരുടെ ഈ ഒരു വിമർശനത്തിലൂടെ മനസ്സിലാകാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റികൾക്ക്, എനിക്ക് തോന്നുന്നു 8 ഏരിയ കമ്മിറ്റികളാണ് എനിക്കുള്ളതെന്ന് തോന്നുന്നു, ഏരിയ കമ്മിറ്റികൾക്ക് ഒരു 22 ചോദ്യപേപ്പർ കൊടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ, ഈ ചോദ്യപേപ്പറിൽ നിന്ന് അവിടെ എങ്ങനെയാണ് ഈ പരാജയം സംഭവിച്ചത് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി 22 ചോദ്യങ്ങളുണ്ട്. അപ്പൊ 22 ചോദ്യങ്ങളിനകത്ത് അവര് എങ്ങനെയാണ് ഈ പരാജയം ഉണ്ടായെന്നുള്ള പഠിക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിന് പോരായ്മയാണോ, അവിടുത്തെ ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നമാണോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് തരത്തിലാണ്, ഇനി പണിയെടുക്കാത്തതിന്റെ പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ ഒരു റിഫ്ലക്ട് ചെയ്തോ, ശബരിമല ഈ സ്വർണ്ണക്കുള്ള അവിടെ റിഫ്ലക്ട് ചെയ്തോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 22 ചോദ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള ഈ ബ്രാഞ്ചുകൾ ഏരിയ കമ്മിറ്റികളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയ കമ്മിറ്റികളിലെ ചർച്ചകളിൽ നിന്ന് ഈ പറയുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റി വീണ്ടും ചേർന്നിട്ട് ആ ജില്ലാ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ഇതിനകത്തൊരു തിരുത്തൽ മാർഗരേഖ പുറത്തിറക്കുകയും ചെയ്തത്. അതാണ് CPM ഒരു സംഘടനാ സംവിധാനമാണ്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അത് സംസ്ഥാന സമിതിയിൽ വെച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയും ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് ഇതിൽ നിന്ന് എന്തൊക്കെ മാറ്റം ഉൾക്കൊള്ളണം, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് സംബന്ധിച്ചുള്ള CPM ഒരു ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുകയും അതിനൊരു മാർഗരേഖ ഉണ്ടാക്കും. 1, 2, 3 ഇന്ന കാര്യങ്ങൾ ഇന്ന ചെയ്യണം, ബ്രാഞ്ച് ഘടകത്തിൽ എന്താ പറയുക പാർട്ടി മെമ്പർമാർ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഈ വീടുകൾ കയറി ഇന്ന കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കണം തുടങ്ങി അങ്ങനത്തെ ഒരു മാർഗരേഖ ഉണ്ടാക്കും, തിരുത്തൽ രേഖ. അപ്പം ആ സംഭവങ്ങളെ എല്ലാം തന്നെ വെച്ചുകൊണ്ടുള്ള തിരുത്തൽ രേഖയിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ 3ാം ഭരണം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീതി അവിടെ വലുതായിട്ട് ഉണ്ടാക്കിയെടുത്തത് അത്തരത്തിലുള്ള ഒരു നരേറ്റീവ് മാത്രമാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ഉണ്ടാക്കിയെടുക്കാൻ കഴിച്ചത്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ 3ാം ഭരണം എന്നുള്ള പൾസ് ഇല്ലായിരുന്നു എന്ന കാര്യമാണ് ഈ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി. ഇപ്പം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു. ഇപ്പം പത്തനംതിട്ട ജില്ലാ
ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പൊതുവെ ഈ മൂന്നാം സർക്കാർ എന്ന രീതിയിലുള്ള സാധനം മാത്രം വന്നു. അതേസമയത്ത് ഈ ശബരിമല വിഷയങ്ങളായിക്കോട്ടെ, സ്വർണ്ണക്കൊള്ള ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്തസംഘം, അയ്യപ്പ ഭക്തസംഘമായിക്കോട്ടെ, ഇതൊക്കെ ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശനെ നിരവധി വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൊണ്ട് ഇറക്കിയ സംഭവം ആയിക്കോട്ടെ, ഈ വിഷയങ്ങളൊക്കെ ഒരു തരത്തിലും റിഫ്ലക്റ്റ് ചെയ്യില്ല. ഇതെല്ലാം തന്നെ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ അണികൾ കേൾക്കും എന്ന തരത്തിലുള്ള ധാരണ CPM-ന് ഉണ്ടായിരുന്നതായിട്ടാണ് ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പറയുന്നത്. പ്രത്യേകിച്ച് ഈ A. പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പത്മകുമാർ ഇത്തരത്തിൽ കേസിന്റെ ഭാഗമായ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി ഉൾപ്പെടെ സ്വീകരിക്കാത്തത് പോലും അവിടെ വലിയ വിമർശനത്തിന് കാരണമായി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ CPM-ന്റെ അകത്തുള്ള ഈ ഉൾപാർട്ടി കലഹം, അത് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള കാര്യമായിക്കോട്ടെ, ശബരിമല വിഷയം സംബന്ധിച്ചുള്ള കാര്യമായിക്കോട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആക്സസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, PR സംബന്ധിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ ജനങ്ങളെ ബാധിച്ചു. ആ ജനങ്ങളെ ബാധിച്ചതിന്റെ റിഫ്ലക്ഷനാണ് ഈ പറയുന്ന തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായത്. അതേപോലെ പാർട്ടി അവിടുന്ന് പിന്നോട്ട് പോയത് എന്നാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്ന ഘട്ടത്തിലും ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞിട്ടുള്ള 2010 അത്രയും UDF-നെ മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി കഴിച്ചിട്ടില്ല. എന്തു സംഭവിച്ചാലും ശരി, തങ്ങളുടെ പാർട്ടിയുടെ ഒരു ബേസ് വോട്ടിൽ നിന്ന് അല്ലെങ്കിൽ പരമാധികാരത്തിൽ നിന്ന് ഇത്തിരി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഗോവിന്ദമാഷിന്റെയൊക്കെ വാദം. ഈ എന്താ പറയാ, നമുക്ക് പല ആൾക്കാരെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പക്ഷെ ഗോവിന്ദമാഷിനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമുക്ക് LDF-നെ അങ്ങനെ ആ ഒരു കാര്യത്തിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള സത്യം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ തന്നെ നടക്കുകയാണ് ഈ കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അതോടൊപ്പം തന്നെ ഈ ആര്യ സ്വന്തം പ്രഭാവം ഉണ്ടാക്കാൻ വേണ്ടി വലിയ PR വർക്കുകളും ഇതെല്ലാം നടത്തി എന്നുള്ളത് വലിയ വിമർശനമായിട്ടുണ്ട്. പാർട്ടിയുടെ പ്രഭാവം നോക്കാതെ ആര്യ ഇത്തരത്തിൽ വലിയ പ്രഭാവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതേപോലെ തന്നെ MLA-മാരെ സംബന്ധിച്ചുള്ള വലിയൊരു വിമർശനം ഉണ്ടായത്, ഈ MLA-മാരെല്ലാം തൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാനുള്ള അവസരത്തിന് വേണ്ടി അവിടുത്തെ ബേസ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തത്. അതായത് ഈ 2026 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ വീണ്ടും അവിടെ മത്സരിക്കണമെങ്കിൽ അവിടെ ബേസ് ഉണ്ടാക്കണം. അപ്പൊ ആ ബേസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. അതായത് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങളല്ലാതെ മറ്റൊരു മണ്ഡലത്തിലെയോ മണ്ഡലത്തിന് പുറത്തുള്ള കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കടകംപള്ളി ആയിക്കോട്ടെ, ഈ ശിവൻകുട്ടി ആയിക്കോട്ടെ, പ്രശാന്ത് ആയിക്കോട്ടെ, ഇവരാരും തന്നെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല എന്നുള്ളത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഈ കാട്ടായിക്കോണം V. ശ്രീധരൻ സ്മാരക മന്ദിരത്തിൽ ചേർന്നിട്ടുള്ള കമ്മിറ്റിയിൽ വിലയിരുത്തുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിക്ക് തൊട്ട് പിന്നാലെ തന്നെ ഗായത്രി ബാബു പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ഗായത്രി ബാബുവിന്റെ ആര്യനെ കൃത്യമായി വിമർശിച്ചുകൊണ്ട്, ആ ഒരു പോസ്റ്റിന് സമാനമായിട്ടുള്ള നിലയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റിയിലെ പ്രശ്നങ്ങൾ പോകുന്നത്. എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അനുസരിച്ച് ആര്യ രാജേന്ദ്രൻ ആദ്യം നിയമത്തെ മത്സരിപ്പിക്കാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചയൊക്കെ വന്നിട്ടുള്ളതാണ്. ഇനി എന്തായാലും നിയമത്തെ മത്സരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് മത്സരിക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ വോട്ട് എനിക്ക് തോന്നുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചത് KK ശൈല ടീച്ചറായിരുന്നു. 66,000 വോട്ട്, 60 വോട്ട്. ചിലപ്പോൾ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പോലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്ന സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് എന്തായാലും ആര്യ രാജേന്ദ്രനെ എത്രയും പെട്ടെന്ന് കെട്ടി നേരെ ഭർത്താവിന്റെ വീട്ടിലേക്ക് എന്ന നിലയിലേക്ക് നാട് കടത്തുക എന്നുള്ളത് തന്നെയാണ് CPM ഔദ്യോഗികമായിട്ട് തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ കൂടി അവരുടെ എല്ലാം മനസ്സിലിരിപ്പെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആര്യനെ എല്ലാ കാലത്തും ചേർത്ത് പിടിച്ചിട്ടുള്ള AR റഹീമും മുഹമ്മദ് റിയാസും ഈ പറയുന്ന വീണ വിജയനും കമല വിജയനൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇപ്പം ആര്യനെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് ഉള്ള ഒരു വിലയും കൂടെ പോകും എന്നുള്ളതുകൊണ്ട് അവരെ സംരക്ഷിക്കാനോ ഒരു കാര്യത്തിനും ചേർത്ത് നിർത്താനോ നിൽക്കുന്നില്ല. ഇപ്പൊ എല്ലാം കൂടെ ചേർത്ത് നിർത്തി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ആര്യ ഒറ്റയ്ക്ക് ഈ അഴിമതികളെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് അതിന്റെ എല്ലാം തന്നെ ബെനിഫിറ്റ് അനുഭവിച്ചു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം തന്നെ കൂട്ടായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള അഴിമതികളാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആര്യയ്ക്ക് ഇത് സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലാത്തതിനെ തുടർന്ന് അത് കൃത്യമായിട്ട് ഈ പറയുന്ന മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മുതലെടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആര്യനെ കൃത്യമായിട്ടൊരു കളിപ്പാവയായി അവിടെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവര്. അത് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി, ഒരു പരിചയമില്ലാത്ത ഒരാളെ മേയറാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ധാരണ അല്ലെങ്കിൽ ഒരു ആലോചന എന്ന് വേണം, ലക്ഷ്യം എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി. എന്തായാലും ആര്യ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടി കയറി.